അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് അങ്ങനെ സിക്കിമിലാണ്. അതായത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ സിക്കിം കയറാൻ വേണ്ടി പോവുകയാണ്. ഗൈസ് ഇന്നലെ വളരെ ദുരിതം പിടിച്ചൊരു യാത്രയായിരുന്നു. വഴികൾ വളരെ മോശമായിരുന്നു. ദുർഗന്ധമായ ഒരു യാത്ര. ദുർഗന്ധം എന്ന് പറഞ്ഞാൽ മണമായി മണമുണ്ട്, സത്യമാണ്. അതെ ഗൈസ് നോക്കൂ, അപ്പം നമ്മൾ അങ്ങനെ സിക്കിമിലാണ്. ഗൈസ് രണ്ട് കാര്യങ്ങൾ പറയാം. അതായത് 4 വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ അങ്ങനെ ഗാങ്ടോക്കിൽ വന്ന് പെർമിഷൻ എടുത്തൊരു പുള്ളിയുണ്ട്. അതായത് ഗാങ്ടോക്കിൽ, അതായത് സിക്കിം വരെ വരാൻ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. സിക്കിമിൽ ഗാങ്ടോക്കിൽ വന്നിട്ട് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക്, അതായത് നദുല പാസ്, പിന്നെ അതുപോലെ തന്നെ ബാബ മന്ദിർ, പിന്നെ സിൽക്ക് റൂട്ട്, പിന്നെ നോർത്ത് സിക്കിം, സൗത്ത്, അങ്ങനെ കുറേ സിക്കിമുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ പോകണേ പെർമിറ്റ് എടുക്കണം. ഗൈസ് നോക്കൂ, ഫൈനലി ഒരു വലിയ സത്യം നിങ്ങൾക്കറിയാമോ? യെസ്, ആ സത്യം ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് ഒരു റൂട്ട് പൂട്ടിയിരിക്കണം. അതെ, ഇനി എന്നാ തുറക്കുക? ഇനി 2-3 മാസം കഴിഞ്ഞാൽ തുറക്കുള്ളൂ. ദിവസത്തിന്റെ പേരൊന്നും ഡേറ്റ് ഒന്നും ചോദിക്കരുത്. ഗൈസ് നോക്കൂ, അപ്പം നമുക്ക് ഇനിയിപ്പോൾ പോകാൻ പറ്റിയത് ഏക റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാബ മന്ദിറും പിന്നെ അതുപോലെ തന്നെ സിൽക്ക് റൂട്ടുമാണ്. സിൽക്ക് റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൈനയിലോട്ട് പോകുന്നത് നമ്മുടെ വഴി. യെസ് ഗൈസ് നോക്കൂ, അപ്പം നമ്മൾ അതിന് പെർമിറ്റ് എടുക്കണം. അപ്പോൾ അതിന് പെർമിറ്റ് എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്കാണ് പെർമിറ്റ്, പ്രൈവറ്റ് വണ്ടികൾക്കാണ് കൂടുതലും പെർമിറ്റ് കിട്ടാറ്. അപ്പം 3000 രൂപയാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. 3,000 rupees, 1 day 3,000 rupees, 2 days 3,000 rupees. യെസ് ഗൈസ് നോക്കൂ, അപ്പോൾ ഇന്ന് നമ്മൾ ഗാങ്ടോക്ക് ഓടിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയ സ്ഥലം ഇതാണ്. ഇത് ഈ കാണുന്ന ഇവനോട് ഞങ്ങൾ ഗ്രീസ് അടിക്കാൻ ചോദിച്ചാൽ 400 രൂപ, 100 രൂപ താഴെ അടിക്കുന്നത്. 100 രൂപയ്ക്കുള്ള സാധനമാണ്. പക്ഷെ ഇവിടെ 100-നോ 400 പറഞ്ഞു. ലാസ്റ്റ് 300 കൊടുക്കാന്ന് പറഞ്ഞു, സമ്മതിച്ചില്ല. ഇന്നലെ ഈ കാണുന്ന ഭാരത് പെട്രോളിന്റെ പെട്രോൾ പമ്പിൽ ചോദിച്ചു, ആ ബയ്യ പോയല്ലോ. അപ്പൊ ഈ ഇവിടെ സമ്മതിച്ചു. നമ്മൾ ടോയ്ലറ്റ് ഒക്കെ അവിടെയാണ് പോയത്. പമ്പ് കിടിലൻ ടോയ്ലറ്റ്, അതായത് സ്ഥലം ഇത്രേ ഉള്ളൂ, പക്ഷെ കിടിലം നീറ്റാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയാ കിടന്നേ, കാരണം ചെരുവല്ലേ. ചെരുവ് രാവിലെ തന്നെ ആർമി വണ്ടികൾ കണ്ടമാനം പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇത് ചൈന ബോർഡർ ആയതുകൊണ്ട് കണ്ടമാനം ആർമി വിന്യാസമുള്ള ഏരിയ. അതായത് ഒരു സെറ്റ് അങ്ങോട്ട് പോകും, ഒരു സെറ്റ് ഇങ്ങോട്ട്. ലോക്കൽ ഷെയർ ടാക്സി പോകുന്നത്. ഇത് എങ്ങോട്ടാ? അല്ലല്ല, ഡാർജിലിംഗ് ഗാങ്ടോക്ക്. ഡാർജിലിംഗ് ഗാങ്ടോക്കിലോട്ട്. അപ്പൊ ഇന്നലെ രാത്രി വന്ന വണ്ടിയായിരിക്കും അല്ലേ അത്? അതെ. നമ്മൾ ഇവിടെ ഒരു കിഡിലൻ ഇന്തോനേഷ്യൻ സ്റ്റൈൽ കൃഷി രീതി കണ്ടു. നെല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. എങ്ങനെ ഉണ്ടാവും അറിയില്ല കേട്ടോ. ഇന്ത്യക്കാർ ഇന്റർനാഷണൽ കാണാൻ വേണ്ടി പോവാണ്, ഇന്ത്യയിൽ തന്നെ അല്ലേ? അതെ, ഇത് ചോളം കേട്ടോ. ഇത് പക്ഷെ നമ്മുടെ കൊച്ചിന് മേടിച്ചു. കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. ദീദി ദൂധ് മിൽക്ക് ബട്ടർ കേട് കേട് ദൈ അല്ല, ഇത് വേറെന്തോ ഇതെന്ന സാധനം? അത് ദൂധാ, ദയ്യാടാ. ദയ്യല്ല. കിത്തനായേ? 50 രൂപ ഉള്ളൂ. ദയ്യല്ലത് ആന്ന് അല്ലെന്ന്. പക്ഷേ മണത്ത് നോക്ക്. 2 നില 4 നില ചെറിയ വീടുകളെല്ലാം. ഇങ്ങോട്ട് വന്നപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് ഇച്ചിരി ചെറുതായി. ഒരു വീടിൻ്റെ വീതി നീളം. ഇന്നത്തെ എങ്ങനെ ഇവർ താമസിക്കും? ഇവിടുത്തെ മനുഷ്യർ ചെറുതല്ലേ, അത് പൊക്കമില്ല വണ്ണമില്ലാത്ത ആൾക്കാരല്ലേ, ഇവർക്ക് ഇത് മതി. ഞങ്ങളുടെ വണ്ടിയെ റോട്ടിലാണ്. ഞങ്ങൾ റോട്ടിൽ നിന്ന് കുറച്ചും കൂടെ ഇറങ്ങി വന്നു. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു വിദേശ രീതി, വിയറ്റ്നാം ഇന്തോനേഷ്യൻ സ്റ്റൈലുള്ളൊരു ഇവിടുത്തെ രീതി ഇങ്ങനെയായിരിക്കും. നമ്മൾ കാണുമ്പോൾ അങ്ങനെ തോന്നുമായിരിക്കും. അത് ഇവിടെ ആദ്യം ഇങ്ങനത്തെ രീതി വന്നേ, അത് കഴിഞ്ഞിട്ട് അവിടെ വന്ന് കാണുള്ളൂ അല്ലേ? അതായത് ഈ തൊട്ട് കാണുന്ന കന്നാലിക്കൂടെ കേട്ടോ. അതായത് പശു ആടിനൊക്കെ വളർത്തുന്ന വളരെ സെറ്റപ്പായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സംഭവം. എന്നാൽ വേറൊരു സംഭവം നിങ്ങളെ കാണിച്ചു തരട്ടെ. ഗൈസ്, ഇവിടെ ഉള്ളവരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മുളകാട്ടോ ഇത്. മുളകാണ്, ചെറു ടൊമാറ്റോ, മുളക് അല്ലത്. കണ്ടമാനം ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത്. പാവയ്ക്കുണ്ട്. ഇത് ഭയങ്കര കൃഷിയാണ്. ഇവിടുത്തെ കൃഷി രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരങ്ങനെ വലിയ വെജിറ്റബിൾ ഒന്നും ഉപയോഗിക്കില്ല. കുറച്ച് വെജിറ്റബിൾസ്. ഇത് നെല്ലാണോ ഗോതമ്പാണോ? നെല്ല്. ഇത് നെല്ല്. ഇത് വശത്തോടെ ഇങ്ങനെ തട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അതെ, ഒരു പ്രത്യേക ഫീലിംഗ്. ഇതൊരു പ്രത്യേക ഫീലിംഗ്. ഇനി ഈ കാണുന്ന ഇത് കണ്ടോ, ഈ കാണുന്ന മറ്റേ ഇതിന്റെ മേൽവശം അവിടെയൊക്കെ ഫുള്ള് വീടുകളും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ. എൻ്റെ അമ്മച്ചി എന്നാ അല്ലേ ലിബിനെ? ഏതാ പാതാന്ന് മനസ്സിലായോ? ഇത് പാത, നെൽപ്പാത. ഇത് നോക്കിയാൽ ചോളം പശുവിന് കൊടുക്കുന്നു, കുമ്പളങ്ങ പശുവിന് കൊടുക്കുന്നു, എല്ലാം പശുവിന് കൊടുക്കുന്നു. ആട് എന്തൊക്കെ സെറ്റ്. അതിലെ വെള്ളം ഒഴുകുന്നു. ഒരു സിനിമ ഷൂട്ടിങ്ങിന് പറ്റിയ സെറ്റ് ഇട്ട പോലെ. പിന്നെ
തൊട്ട് ഫ്രണ്ടിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. എന്താ രസം, എന്താ കുളിർമ. മേലോട്ട് ചെല്ലുമ്പോൾ ഈ കുളിർമയൊക്കെ മാറും കേട്ടോ. നല്ല തണുപ്പാ മേലോട്ട് ചെല്ലുമ്പോൾ. നല്ല രസമായിരിക്കും. ചേട്ടനും ചേച്ചിമാരൊക്കെ പുലി വന്നുകൊണ്ട് പോകുന്ന നോക്കിയാൽ പശുവിന് കൊടുക്കാൻ. അപ്പൊ താഴെ കൂടി അവനെ വഴി അവിടെയാ കേട്ടോ വഴി. കൃഷിപ്പാടങ്ങളാട്ടോ. അവരവരുടെ വീട്ടിലേക്ക് പശുവിനെ കൊടുക്കാൻ വേണ്ടി എന്ത് പുല്ലും സാധനമൊക്കെ ചെത്തിക്കൊണ്ട് പോവാ. എടാ അവരുടെ വീട് കണ്ടോ ലിവിനെ? വളരെ വ്യത്യസ്തമായ വീടല്ലേ ഇവനെ? ചെറിയ വീടല്ല, അതിന്റെ മേലെ വലിയ വീടും ഉണ്ട്. അതായത് ലിവിനെ ആട്, പശു, പിന്നെ അതുപോലെ ചെറിയ വീട്, ഒരു പ്രത്യേക ലുക്കായിട്ട് ഒരു പ്രത്യേക ഫീലിംഗ് നൽകുന്ന സെറ്റ്. പിന്നെ വീവോട് വെച്ചിട്ട് ഇവരുടെ പകുതി പറം വീടുണ്ടാക്കുക. താഴെ വീവോടും മേളിൽ മറ്റേ ഇത് ഷീറ്റ്. തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? തിരിച്ചു കയറാൻ തീരുമാനിച്ചു. തുമ്പി ചൂട്ടുപോലെടുക്ക അടിച്ചു പിടിക്കുക. അതായത് ഞങ്ങള് ഈ തുമ്പിനെ കണ്ട ഹെലികോപ്റ്റർ പോലെ ഇല്ലേ? ഈ ഹെലികോപ്റ്റർ എങ്ങനെ ഉണ്ടായേ? തുമ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഹെലികോപ്റ്റർ ഉണ്ടായത്. വിമാനം എങ്ങനെയാ ഉണ്ടായേ? കടലാസ് കൊണ്ട്. കടലാസിന്റെ അകത്താണ് എല്ലാവരും ആദ്യം എറിഞ്ഞു തുടങ്ങിയത്. അത് കണ്ടിട്ടാണ് വിമാനം ഉണ്ടാക്കിയത്. അതായത് നമ്മൾ നേരെ ഗാങ്ടോക്കിന് പോകണം. വലിയ കിലോമീറ്റർ ഒന്നുമില്ല, 20 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ അവിടെ ഒരു കേബിൾ കാർ കയറണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം നേരെ കേബിൾ കാറിൻ്റെ സ്ഥലത്തോട്ട് പോവുകയാണ്. അതിന് ശേഷം നമുക്കിന്ന് പെർമിറ്റ് മേടിക്കണം. ദീപചേട്ടാ മറ്റേ പുള്ളിക്കാരന് മെസ്സേജ് അയക്കുക. പെർമിറ്റ് തരാൻ പറ. ഇന്നലെ അല്ലേ, ഇന്ന് അയക്കുക. ഇംഗ്ലീഷ് അറിയില്ലല്ലേ? മനസ്സിലായി. ഇന്നലെ നല്ല ഇറക്കത്തിലാണല്ലോ വണ്ടി വെച്ചത്. അപ്പം ഊടത്തെ ഇരിക്കുക. നമ്മുടെ 2 ഊട് ഇരിപ്പുണ്ട്. ആ ഊട് എടുത്ത് വെക്കണം. പക്ഷെ വണ്ടി ഇച്ചിരി ഇറങ്ങിയായിരുന്നു കേട്ടോ. ഊട് ടൈറ്റായി ബ്രേക്കത്തെ. ആണോ? ആ ഫ്രണ്ടിൽ തന്നെ ടൈറ്റായി. ഈ കാണുന്ന ഊടും ഇല്ല വണ്ടി അനങ്ങിയിട്ടില്ലടാ. വണ്ടി അനങ്ങിയിട്ടില്ല. 2 ഊട് അപ്പുറം ഇപ്പുറം വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ മറ്റേ എയർ കറക്റ്റാ കേട്ടോ. അതിനാ പിന്നെ എയർ കറക്റ്റാകാതെ വണ്ടിയുടെ ടാങ്കിനകത്ത് വെള്ളം ലീക്കതാ. ടാങ്കിനകത്ത് അപ്പൊ വണ്ടിക്കകത്ത് വെള്ളം കയറ്റിയാ? വെള്ളമില്ല. അപ്പൊ എങ്ങനെ അതിൻ്റെ അത്ര വെള്ളം വരുന്നത്? ഒന്ന് നമുക്ക് അടിച്ചു നോക്കിയാലോ? നമ്മൾ അങ്ങനെ ഇട്ട സ്ഥലത്തുനിന്ന് വണ്ടി എടുത്തു. നമ്മൾ നേരെ എണ്ണ അടിക്കണം കേട്ടോ. കാരണം ഗാങ്ടോക്കിലൊക്കെ എണ്ണ തീർന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുടുങ്ങിയത് മാത്രമേ ഓർമ്മയുണ്ടാവുള്ളൂ. കാരണം അത്രയും ചെറിയ നാരോ റോഡുകളാണ്. ഇതും കൂടെ കൂടി 2ാമത്തെ പ്രാവശ്യമാണല്ലോ നമ്മുടെ യാത്ര. ഇവിടെ അടിക്കാല്ലേടാ? ഇവിടെ അടിക്കാല്ലേ? പക്ഷേ തിരിച്ചു കൊടുക്കണ്ടേ? തിരിച്ചു കൊടുക്കണ്ട. ഇവിടെ ഇട്ട എ സിയുടെ വെള്ളം ഓടിച്ചെടുത്തോ. വാ പോട്ടെ. നമ്മളങ്ങനെ ഗാങ്ടോക്കിന് വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് വെറും 16 കിലോമീറ്റർ ഉള്ളൂ. വെറും 16 കിലോമീറ്റർ. ഇനി ഒരു കാര്യം, നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചൈന സംബന്ധമായി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീടിൻ്റെ അടിയിൽ നമ്പർ കൊടുത്തിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം. നമുക്ക് ഈ പ്രാവശ്യത്തെ ക്യാൻഡം ഫെയറിലൊന്ന് പോകണമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന സെക്ഷൻ ഏത് സമയത്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഫൈനലി നമ്മളങ്ങനെ NH10 കയറിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് NH10 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് 18 കിലോമീറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്, 18 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഗാങ്ടോക്ക് ടൗൺ കിട്ടും കേട്ടോ. ഗൈസ് നോക്കൂ, നമുക്ക് പോകേണ്ട 2 സ്ഥലങ്ങളും ഇതിൻ്റെ ഒത്ത് നടക്കുകയാണ് നമ്മൾ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളിവിടെ വരേണ്ടതല്ല. കാരണം നമ്മളവിടെ താഴെ ഇങ്ങോട്ട് കയറ്റി വിടണം. അവിടെ പാർക്കിംഗ് ഇല്ല. താഴെ കേബിൾ കാറും ഇവിടെയാണ് മൊണാസ്ട്രി. ഈ 2 സ്ഥലം രാജാവിൻ്റെ പഴയ എന്തോ സംഭവം, അത് കൊട്ടാരം അങ്ങനത്തെ അവിടെ എന്തോ സംഭവം എഴുതി വെച്ചിട്ടുണ്ടോ? കേബിൾ കാറിന് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പാർക്കിങ്ങിന് 300 രൂപ. ഇവിടെ ഈ ഗാങ്ടോക്കിൽ എല്ലാത്തിനും പൈസ കൂടുതല. അതെ, വെള്ളത്തിന് വരെ 10 രൂപയുടെ കൂടുതലാണ്. ഞാൻ ചോദിച്ചു, അപ്പൊ സിക്കിമിലുള്ള വെള്ളം മാത്രമേ ഇവിടെ വിൽക്കാൻ പറ്റുള്ളൂ എന്ന്. പിന്നെ ഞാൻ പോയിച്ചു വേറൊരു കട ചെന്നപ്പോൾ അക്കാഫിൻസിന്റെ വെള്ളം കണ്ടു. ഗൈസ് ഇവിടുത്തെ പാർക്കിംഗ് ആട്ടോ ഗാങ്ടോക്കിലെ.
നമ്മൾ ഈ ഒരു സ്ഥലത്ത് ഡാർജിലിംഗ് ഒക്കെ ഉണ്ട് ഇതേപോലത്തെ സംഭവം. പക്ഷെ ഇവിടെ നമ്മുടെ വണ്ടി കയറുമായിരുന്നു കേട്ടോ അവനെ. ഇല്ല ഇത് നോക്കിയേ, പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടോ എൻ്റെ അമ്മോ. അതിന്റെ പുറമെ മോശമല്ലോ കേട്ടോ, അകം ഭയങ്കര സെറ്റപ്പാ. പുള്ളിയോട് പറഞ്ഞാൽ പ്രൊമോഷൻ ചെയ്ത് കൊടുക്കാന്ന്. ഇവിടെ വരുന്ന മലയാളികൾക്ക് ഒരു ഉപകാരമായിരുന്നു. പ്രൊമോഷൻ ചെയ്ത് കൊടുക്കണം ചോദിക്കണോ? ഒന്നും തരണം 3 പേർക്ക് ഫ്രീ ആയിട്ട് തന്നാന്ന് പറയാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഈ കാണുന്ന സംഭവം റോപ്പ് വേ. നമുക്ക് അങ്ങോട്ട് കയറാം. ഇത് ഓപ്പൺ ആണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. വാ, ഇത് പൂട്ടിയിട്ടേക്കോ അറിയത്തില്ലടാ. വാ, എല്ലാവരും കയറുന്നുണ്ട്, നമ്മളും കയറുക തന്നെ. സത്യം പറഞ്ഞാൽ 1500, 2000, 4500 വരെ ഞങ്ങൾ റോപ്പ് വേയിൽ പോയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ റോപ്പ് വേ ഉണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ റോഡ് വേ ഏറ്റവും ചെറിയ പൈസ, റോഡ് വേ അല്ല, എന്തായാലും മേളിൽ കൂടെ പോകുന്ന സാധനത്തിന് ഏറ്റവും കുറവ് നേപ്പാളിലും ഇന്ത്യയിലുമാണ് ഏറ്റവും കൂടുതൽ പൈസ കുറവ്. വാ, ഈ കാണുന്ന ഈ സ്ഥലത്തേക്ക് 2 വേ 1 വേ, അതായത് 230 രൂപ കേട്ടോ. ഭയങ്കര പൈസ കുറവ്. അതായത് $2 $3 വരുന്നുള്ളൂ. പുറത്തൊക്കെ $15 വരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ, $15 $8 വരുന്നുണ്ട്. ഇത് ആരെങ്കിലും ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ സംഭവം ബുക്ക് ചെയ്യാൻ വേണ്ടി ഇതാ ഇവിടെ സ്കാനറും ഫോൺ നമ്പർ സാധനമൊക്കെ ഉണ്ട്. ഉപകാരപ്പെടട്ടെ. മൊത്തം 1449, 1450 രൂപയ്ക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യാനായിട്ടോ പറഞ്ഞേ. ഇവിടെ ഇരിക്കുക, വണ്ടി വരും, അന്നപ്പം കയറി പോവാ. ഇതിൻ്റെ പിന്നാമ്പുറത്ത് എത്തിയപ്പോൾ കണ്ട കാഴ്ച ഉണ്ടോ? ഇത് ഇച്ചിരി സെറ്റപ്പാട്ടോ. ഇത് ഇച്ചിരി കൂടെ സെറ്റപ്പ് സാധനം. ഇത് കിലോമീറ്റർ കുറവാണ് അവന്. എത്ര മണിക്കൂർ സഞ്ചാരമുണ്ട്? അയ്യോ, ഇത് അവിടുന്ന് ഇവിടം വരെ ഉള്ളൂ. ഇത് ചെറുതാ അവനെ. ഇത് ഒരു മലയിൽ നിന്ന് മറ്റൊരു മലേനെ ബന്ധിപ്പിച്ചാക്കുന്നത്. ഇതിനെന്തോ മന്ത്ലി പാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ ഉപയോഗിക്കുന്നതാണെന്നുള്ളതാണ് ഞങ്ങൾ. ഇത് ചതിച്ചു. മറ്റേ താഴത്തെ കുഴപ്പമില്ല. നമ്മൾ ഗാങ്ടോക്ക് വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ്, പിന്നെ ഇവിടെ കുറച്ച് വാക്കിംഗ് സെറ്റപ്പും പിന്നെ കുറേ സംഭവമുണ്ട്. സത്യം പറഞ്ഞാൽ ഗാങ്ടോക്ക് വരേണ്ട ടൈം ഇതല്ല. നമുക്ക് സിക്കിമിൽ വരാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു, പക്ഷേ യാദൃശ്യമായിട്ട് വന്നതാണ്. ഇനി നാളെ എങ്ങനെയാവും സിൽക്ക് റൂട്ടിൽ പോകുമ്പോൾ? സിൽക്ക് റൂട്ടിനകത്ത് മഴയായിരിക്കും. വേറെ കാര്യമുണ്ട്, ഇവിടെ വരാൻ നേരത്തെ മഞ്ഞുകാലത്ത് പറഞ്ഞു ഇതിൻ്റെ അകത്ത് കയറുമെങ്കിൽ താഴോട്ട് മഞ്ഞൊക്കെ പോകാൻ വേണ്ടി. അത് മഞ്ഞല്ല, മറ്റേ കട്ടമഞ്ഞ്. ഭയങ്കര ട്രാഫിക് സെറ്റപ്പ് ആട്ടോ. അതായത് ഭയങ്കര ട്രാഫിക് ഒക്കെ നോക്കി പോലും അടിക്കൂല, നിയമങ്ങളൊക്കെ പാലിച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതമാണ്. അതായത് ഒരു എന്താ പറയുക, ഒരു ഫോറിൻ സെറ്റപ്പാണ്. അതായത് നമ്മൾ താഴെ ബംഗാളിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ കിളിയും കിളിക്കുഞ്ഞും പാറും. കാരണം അവിടെ ഹോൺ അടിച്ച് നമ്മുടെ ചെവിതല പൊളിക്കുമ്പം ഇവിടെ എന്ന് വെച്ചാൽ നല്ല പീസ്ഫുള്ളായിട്ട് സെറ്റപ്പ്. അതേപോലെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ ഓട്ടോ അങ്ങനത്തെ ടുട്ടുട്ടു അങ്ങനത്തെ ഒരു കാര്യമില്ല. ഏറ്റവും ചെറിയ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സി വണ്ടി. ഗൈസ്, ഇവിടെ ഓട്ടോ ഇല്ല, ഇവിടെ ഫുള്ള് ടാക്സി കാറുകളാണ്. പിന്നെ നോക്കിയാൽ ഇങ്ങനെ മലഞ്ചെരുവിലേക്ക് ഇങ്ങനെ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഇറങ്ങിക്കിടക്കും. ഒരു പ്രത്യേക ഫീലിംഗ് കേട്ടോ. എനിക്ക് ഇന്ന് പെർമിറ്റ് എടുക്കാൻ വേണ്ടി കിട്ടിയില്ല, നാളെ ഇനി പെർമിറ്റ് കിട്ടും. നാളെ പെർമിറ്റ് നമ്മൾ കലക്കും. അതായത് ഇവിടെ നമ്മൾ പെർമിറ്റ് 1 ദിവസം 2 ദിവസം മുന്നേ കൊടുത്തുകൊണ്ട് ഇച്ചിരി കൂടെ നല്ലതാണ്. ഞങ്ങൾ ഇച്ചിരി കൊടുക്കാൻ വെച്ചാൽ താമസിച്ചു, അത് കാരണം ഇച്ചിരി ഡിലേ ആയി. നമുക്ക് നാളെ കിട്ടുമെന്നാണ് എടുത്തോളാം പറഞ്ഞ. നമ്മൾ വലിയ ഇത് കാണിച്ചാൽ നാളെ കഴിഞ്ഞ് മതി എന്ന് പറഞ്ഞാൽ പറ്റിപ്പോയി. അതെ, ആശാൻ പരിപാടി പാലിച്ചോട്ടെ. ഇവിടെ വന്നപ്പോൾ ആശാൻ ഐസ്ക്രീം ഉണ്ട്. എങ്ങനെയാണ് കാണുന്നത് ഇതൊക്കെ? അലമ്പൂന്ന് പറഞ്ഞ അതിനു വേണ്ടി കൊടുക്കാൻ പൈസ കുറവട്ടോ ഇവിടെ അല്ലേ? മറ്റുള്ള സ്ഥലങ്ങളിൽ സാധാരണ ഇവിടെയുള്ള സ്ഥലങ്ങളിൽ പൈസ കൂടും. തുറന്നു കൊടുക്കാൻ. ഈ തണുപ്പത്ത് എങ്ങനെയാ മോനെ ഈ തണുപ്പ് ഐസ്ക്രീം കഴിക്കുന്നത്? ഇവിടെ എങ്ങനെ ഈ തണുപ്പത്ത് ഇവർ ഐസ്ക്രീം വിൽക്കുന്നത്? ഈ കാണുന്ന 2 ലിഫ്റ്റാണ് നമുക്കുള്ളത്. ഈ 2 ലിഫ്റ്റിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇങ്ങനെ വിളിക്കണം, എന്നാലേ പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഞെക്കണോ ഇനി ലിഫ്റ്റില്? അയ്യോ, എന്നാ ഞെക്ക്. എത്ര 4 വേണ്ടേ? നമ്മള് വെറുതെ വന്ന് ആൾക്കാർ വന്ന് വിളിക്കുന്ന ഓർത്ത് ഞങ്ങൾ നിൽക്കും. അതല്ല സ്വിച്ച്, ഇപ്പുറത്തെ എന്തോന്ന് സ്വിച്ച്? എല്ലാത്തിനും പിടിച്ച് ഞെക്കടാ. എല്ലാത്തിനും പിടിച്ച് ഞെക്കി. ലിഫ്റ്റിൽ കയറിയിരിക്കുകയാണ്. മൈക്കിളെ മൈക്കിളെ കബളിപ്പിക്കാതെ. ഞാൻ കഴിച്ചിട്ടില്ലടാ, ഞാൻ തൊട്ടിട്ടില്ല. ഈ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കാം. വാട്ട് ഈസ് ദിസ് മാൻ? നിനക്ക് പനി പിടിക്കൂടാ. ഇതാണ് സംഭവം. 6 പേർക്ക് പോകാനുള്ളത്. मेरा कितना आदमी जाएगा? 24 में इंग्लिश में 6 आदमी जाएगा? सब जाएगा ആയിക്കോട്ടെ. എല്ലാവരും പോകുന്നു. पूरा आदमी जाएगा. നമുക്കെല്ലാവർക്കും ഈ കാണുന്ന ഇത് കയറാം. അയ്യോ, ഇതിന് സ്റ്റെപ്പൊന്നുമില്ല, ഇരിക്കാനും സെറ്റപ്പ് ഒന്നുമില്ല. 24 പേഴ്സൺ പോവും. 1 2 അല്ല കേട്ടോ, 24 പേർക്ക് കയറാം. നമുക്ക് അവിടെ വന്നിട്ട് അപ്പം തിരിച്ചു വരണ്ടേ? അവിടുത്തെ നമുക്ക് ഗ്രാമകൂടം. അഭിരാമിയുടെ ഫോൺ വേണേ കൊടുക്കുക. ദീപിച്ചേട്ടൻ വീഡിയോ എടുത്തു തരും. ദീപിച്ചേട്ടനോട് എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഇവിടെ മാറിക്കേ. ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ടീക്ക്.
ബാലൻസ് ചെയ്യണം. ഓക്കെ ഓക്കെ. ഇത് വേറെ സെറ്റപ്പ് ഉണ്ട് ഇവനെ. ഇത് പഴയ സാധനം, പുതിയതല്ല. പഴയതിലാകുമ്പോ ആണ് ഈ ആൾക്കാരൊക്കെ നമ്മുടെ കൂട്ട് വരുന്നത്. പുതിയതാകുമ്പോ അതിന്റെ ആവശ്യങ്ങളൊന്നും. ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക് അല്ല കേട്ടോ, മാനുവൽ. ഇത് കണ്ടോ, ഇതേപോലെ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ നോക്കിക്കേ, ഇതിന്റെ അകത്തോട്ട് നോക്കിയേ, നമുക്ക് കറക്റ്റ് ആ ഒരു വ്യൂ കിട്ടും കേട്ടോ. അമ്പോ എന്താ രസം. പിന്നെ നമ്മളെ താഴെ നിന്ന് നോക്കാൻ നേരം നമുക്ക് ഈ മേളിൽ കയറാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. മേളിൽ കയറി കഴിഞ്ഞാൽ നല്ല കാല് പറയും. എന്ത് രസം നോക്കിയാൽ പല സൈഡിൽ നിന്ന് അല്ലേ. അമ്മ വിമാനത്തിൽ കയറിയിട്ടുണ്ടല്ലോ അല്ലേ. ഗൈസ് നോക്കൂ, മമ്മി ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ അത്യാവശ്യം വേഗത കൂടി കേട്ടോ. ഗാങ്ടോക്കിന്റെ ഒരു കിടിലൻ കാഴ്ച. റെമദയൊക്കെ ഉണ്ടല്ലേ. റമദയുണ്ട്. അതേപോലെ ഇവനെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇവനെ ശരിക്കും അടിച്ചടിച്ച് കയറുന്ന നോക്കിയ ഇവനെ. എന്റെ അമ്മ മഞ്ഞിലേക്ക് പിടിച്ചു കയറും കേട്ടോ. ശരിക്കും പറയുവാണല്ലേ ഇവനെ. അമ്മ നേരത്തെ പറഞ്ഞു നമ്മള് ഫ്ലൈറ്റിന്റെ അകത്തൊക്കെ എയർ കട്ടറിൽ നമ്മൾ ഇറങ്ങൂലേ. ബേക്കോട്ട് നോക്കിയൊരു കാഴ്ചയാണ്. അങ്ങോട്ട് നോക്കിയേ, ഓരോരുത്തർ പേടിയിലായിരിക്കുന്ന നോക്കിയേ. ഇങ്ങോട്ട് നോക്കിയേ മൈക്കിളെ. ഈ സംഭവം നല്ല രസമാട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഇന്ത്യയില് ഗാങ്ടോക്കിലും സിലിഗുരിയിലും തോന്നല്ലേ. അതെ പിന്നെ ഇത് ചെറിയ റോഡ് വേ ആണ്. ഇത് ഇവിടെ തൊട്ട് അവിടം വരെ ഉള്ളൂ. നമ്മള് നമ്മുടെ നിന്ന് കോളേജില്ലേ, അവിടെ 40 മിനിറ്റിന്റെ വലിയ റോഡ് വേ ഉണ്ടായിരുന്നു. ഇത് പണ്ട് കാലങ്ങളില് അടുത്ത വില്ലേജിലോട്ട് സാധനം കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ഇത് പബ്ലിക് ഉപയോഗിക്കുന്നുണ്ട്. അതെ, പബ്ലിക് ഉപയോഗിക്കുന്നത്. അവിടെ കണ്ടില്ലായിരുന്നു 1200 രൂപയ്ക്ക് 30 ദിവസം ഇത് ഉപയോഗിക്കാന്നുള്ളത്. അതെ അതെ. നോക്കൂ, നല്ല രസമുണ്ട് കേട്ടോ. അതായത് ഒരു നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റിയ സാധനം. പുറം രാജ്യത്തൊക്കെ കേബിൾ കാറിന് എന്നാ പൈസ. സ്വിറ്റ്സർലൻഡിൽ ഇനി പോകുമ്പോഴാണല്ലോ പിന്നെ നമ്മള് കിളി കയറാൻ വേണ്ടി പോകുന്നത്. ഞാൻ സ്വിറ്റ്സർലൻഡിലോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി നോക്കുന്ന നേരത്ത് എല്ലാ സാധനം ഞാൻ കൈ കൊണ്ടുപോകും. ഏറ്റവും കൂടുതൽ വെള്ളത്തിന് 1 ലിറ്റർ വെള്ളത്തിന് 400 രൂപയുടെ വില സ്വിറ്റ്സർലൻഡ്. അതെ, ഇത് ഒരെണ്ണം പോകുന്നു. അടുത്ത് പോകും. ആകെ 2 എണ്ണം ഉള്ളവനെ. എമർജൻസി ആയിട്ട് സ്റ്റക്ക് ആയി പോയെങ്കിലേ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങൾ. ഇത് ഹെൽമെറ്റ് ഒക്കെയാ. ഹെൽമെറ്റ് പാരച്ചൂട്ടല്ല. പാരച്ചൂട്ട് ഈ മേളിൽ നിന്ന് താഴെ ഇട്ട് ഹെൽമെറ്റ് കിട്ടിയിട്ട് എന്നാ കാര്യം. എന്ത് സെറ്റപ്പാ നോക്കി. ഇങ്ങനെ മേഘം പോകുന്ന പോക്ക് നോക്കിയാൽ. അതായത് അപ്പന് ഇത് ശരിക്കും മിസ്സായി. പുള്ളിക്കാരന് വയ്യ എന്ന് പറഞ്ഞ് പുള്ളി വന്നില്ല കേട്ടോ. പുള്ളിക്ക് ഫുഡ് പിടിക്കുന്നില്ലെന്ന്. പിന്നെ കയറ്റം കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര തലവേദന, പിന്നെ ചെറിയ പിണക്കവും. അപ്പോൾ അതുകൊണ്ടായപ്പം ഇത് ഭയങ്കര സെറ്റപ്പാണ്. നമ്മൾ പോലും ഇത് കയറാൻ വേണ്ടി ഒന്ന് മറന്നുപോയ സ്ഥലമാണ്. അയ്യോ, നമുക്ക് അറിയത്തില്ലല്ലോ. വന്ന് ഗൂഗിൾ മാപ്പ് വന്നാന്ന് പോലെ നമുക്ക് അറിയത്തില്ല. നമ്മൾ ചോദിച്ചൊക്കെ അല്ലേ വന്ന് കയറി വന്നേ. അതിനിടയ്ക്ക് നമ്മൾ വണ്ടി സമ്മതിക്കുവോ? ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ ഒരിടത്ത് താഴും വണ്ടി. ഇവിടെ ഡബിൾ സൈഡാണ്. അതായത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇറക്കൊന്നുമില്ല, അപ്പം തന്നെ തിരിച്ചു പോവാം. ഇല്ലാന്ന് 2 സൈഡാണ്, നിർത്തുന്നില്ല, പോവാന്ന് പറഞ്ഞു. അയ്യോ, ഈ സാധനം എടുത്തിട്ട് പോയല്ലോ, പറ്റിച്ചു. കെൻവുഡിന്റെ പഴയ കെൻവുഡിന്റെ നല്ല സാധനം. ഇത് സംസാരിച്ചാലോ? വേണ്ട, ഇതിൽ സംസാരിച്ചിട്ട് भैया इधर स्टॉप नहीं है. आप बाहर निकल सकते हैं कि 2 टिकट वाला है ना, अंदर फिर दोबारा आने नया टिकट लगेगा. അത് തന്നെ. അത് അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം. നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് വന്നിട്ട് അവർ നമ്മളോട് അങ്ങനെ പറയുകയാണ്. നമ്മളത് അതെന്നാ സംഭവം എന്നറിയാവോ? ഇവിടെ ഇയാൾ വന്ന് നിൽക്കേണ്ടി വരും. അത് കാരണം നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ഇങ്ങോട്ട് നോക്കി, ഇവിടെയൊക്കെ എന്ത് രസം നോക്കി. നമ്മൾ പോന്നപ്പോ കാണാൻ പറ്റാത്ത കാഴ്ചകൾ. അങ്ങോട്ട് വെള്ളം ഒഴുകി നോക്കിയേ, പാൽ ഒഴിച്ചു വിട്ടാക്കുന്ന. ഇതിനകത്ത് വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല, മേഘം ഒഴുകി കിടക്കുന്നുണ്ടോ? മേഘം ഒഴുകി കിടക്കുന്നുണ്ടോ? ആ മലകളൊക്കെ നോക്കി എന്ത് രസം നോക്കി. ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ. മഞ്ഞ. പിന്നെ ഇത് പഴയ സാധനം. ഈ കേബിൾ കാർ ലോകത്തിൽ ആദ്യമായിട്ട് പിന്നെ സ്വിറ്റ്സർലൻഡിലാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ ഇത് ഞാൻ ആദ്യം കണ്ട ഇന്ത്യയില. അതെ, എന്റെ അറിവില്. ഇനി ഈ സൈഡിലേക്ക് നോക്കിയേ. ഇനി കുറച്ചു നേരം നമുക്ക് ഈ സൈഡിലേക്ക് തിരിയാം കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. ഇവനെ ലിവിനെ, ഇവിടെ ക്ലൈമറ്റ് ഇപ്പൊ മൺസൂൺ ആയതുകൊണ്ടാ ഈ ഇതിന്റെ കറക്റ്റ് സെപ്റ്റംബർ ആ സമയത്ത് ഒക്ടോബർ ആ സമയം പറഞ്ഞു. എന്തോ രസമായിരിക്കും. ഹോട്ടൽ റമദ ഏതാ? അപ്പൊ റമദക്ക് ഇത്ര പോപ്പട്ട് കിട്ടില്ല. പൂളാന്ന് നോക്കിയവനെ. ഇതാ പൂള. എവിടെ? അതതിന് മേലെ പൂള. ഈ തണുപ്പായതുകൊണ്ട് ഇവിടെ പിന്നെ ഉപയോഗിക്കൂലായിരിക്കും. പിന്നെ 2 മാസം കഴിയുമ്പോൾ ഇത് ഹോട്ടൽ റമദ എന്നാ വലുതാന്ന് നോക്കിയേ. പൂളിതാ, നീ പൂള് കണ്ടില്ലായിരുന്നു? വെള്ളം നിറച്ചിട്ടുണ്ട്. ചെറിയൊരു പൂൾ കേട്ടോ. ചൂടുവെള്ളം ആയിരിക്കും ഇവിടുത്തെ പൂളിന്റെ. ഇൻഫിനിറ്റി പൂള് പോലത്തെ ഒരു പൂളാണ്. ഇൻഫിനിറ്റി എന്ന് വെച്ചാല് അവിടെ കുളിക്കുന്നവരുടെ അവസ്ഥ ആലോചിക്കേ. നല്ല തണുപ്പായിരിക്കും. അല്ല, നമ്മളെല്ലാരും കാണൂലേ. അങ്ങനെ എന്ത് രസമാന്ന് നോക്കിയ. ഇതിൽ ഇങ്ങനെ നമ്മള് കേബിൾ കാറിൽ ശരിക്കും ഈ കേബിൾ കാറിന്റെ അകത്ത് കയറണവനെ. കാര്യം എന്താ വെച്ചാൽ എന്നാലും നമുക്ക് ഈ ടൗൺ മൊത്തം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതെ, കൊച്ചു കുട്ടികളൊക്കെ ആദ്യമായിട്ട് ബസ്സൊക്കെ കയറ്റുമ്പോൾ അവർ ചില്ല് തുറന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കൂലേ. ആ സെയിം ഫീലിംഗ് ആണ്. എനിക്കാണ് ഇത് കണ്ടിട്ടാണേല് ഇതിപ്പോ പുള്ളി ഈ സിക്കിം വേറെ രാജ്യമായിരുന്നു, നമ്മുടെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത. ഇത് രാജ്യം തന്നെയാണ് സിക്കിം എന്ന് പറഞ്ഞത്. ഇത് രാജഭരണമായിരുന്നു. അല്ലേ?
വേറെ കാര്യം നീ ശ്രദ്ധിച്ചോ, ഇതിന്റെ മേളിൽ മൊത്തം മറ്റേ ആർപിറ്റോസ് പോലത്തെ സാധനം ഇട്ടില്ല. ആസ്പെറ്റോസ് അല്ല, ആസ്പെറ്റോസ്. ആ സാധനം ഇട്ടതിന്റെ ഭംഗിയാണ് ഇത് മൊത്തം മേളിൽ നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. കേട്ടോ മേളിൽ നോക്കിയ ചെടിയൊക്കെ വീടിന്റെ. കഴിഞ്ഞ ദിവസം ഇവൻ മറ്റേ മൃഗശാല ചെണ്ട് പറയാ, ഞങ്ങൾ ടയർ കണ്ടോണ്ടിരിക്കുക, ടൈഗർ എന്നാ പറഞ്ഞത്, അത് ടയറായിപ്പോയി. ഇങ്ങോട്ട് നോക്കിയേ എണ്ണത്തിന് ഒരു പേടിയില്ല കേട്ടോ. ഇതവന് അടുത്തടുത്ത് ഗ്രാമം തുടങ്ങി കേട്ടാ. നോക്ക് തന്നെ ഇത് ചിരി നോക്കിയേ. ശ്രദ്ധിക്കണേ. ഇങ്ങോട്ട് നോക്കിയവനെ, ഇത് ഇങ്ങോട്ട് നോക്കിയേ, ഫുള്ള് ഇങ്ങോട്ട് നോക്കിയേ. എന്തേ നോക്ക്, അടുത്തടുത്ത് എത്തിയല്ലേ? അടുത്തടുത്ത് ഇപ്പൊ മുട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ എത്തി കേട്ടാ. നമുക്കങ്ങനെ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിരിക്കുന്നു. അമ്പോ പുത്രന് പിന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം അല്ലേ? ആ അങ്ങനെ രസമല്ലേ? എന്ത് രസമായിരുന്നു. 1400 എന്ത് ലാഭമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. 1400 കൊടുക്കുന്നില്ല, ഇവിടെ നോക്കി കാണുന്നില്ല. 2000 രൂപ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. അതായത് 1400 ഭയങ്കര ലാഭകരമായിട്ട് ഇത്രയും പേർക്ക്. ഇച്ചിരി സമയമുള്ളെങ്കിലും നല്ല രസം. നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഫ്രഷ് മൈൻഡ് ഔട്ട് കിട്ടൂലേ? അതെ അല്ലേ? ഈ കാണുന്ന കോലിമുട്ടായിക്ക് വേണ്ടി ഇതിലേതാ വേണ്ടേ? തണ്ണിമത്തൻ്റെ വേണോ, ഇത് വേണോ, ഇത് വേണോ, ഏതാ വേണ്ടേ? അവനെടുക്കട്ടെ. അവൻ എടുക്കുകയല്ല, ഇവൻ ആള് ഭയങ്കര വിദ്രനാ. ഇവനൊരു സാധനം എടുക്കുകയല്ല, നമ്മൾ എടുത്തു കൊടുക്കണം. അവൻ എണ്ണം കിട്ടൂലേ? ഇത് കൊടുക്കട്ടെ, ഇത് കൊടുക്കട്ടെ. മഞ്ഞ എന്നാ മഞ്ഞ എടുത്തോ. कितने है साहब? वो प्राइस देख देखिए कौन सा चाहिए आपको? ये वाला 80 rupees received on Pay. എത്രയാ? 30 80. 80 80 രൂപയുടെ കോലിമുട്ടായി. എടാ 80 രൂപ കയ്യിലുണ്ടല്ലോ. 80 രൂപയുടെ കയ്യിലില്ലേ? छोटा वाला ये 5 रुपए 5 रुपए का वाला है? हाँ सर नहीं है, नहीं छोटा वाला नहीं है छोटा वाला 40 का आएगा वो ऊपर का. ये ഗൈസ്, അതായത് ഇവൻ എങ്ങോട്ട് തിരിഞ്ഞാലും കശുവ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ 80 രൂപയുടെ മുട്ടായി ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ കോലിമുട്ടായി ഞാൻ കഴിച്ചിട്ടില്ല. ആ വെറുതെ ആണോ ഇവർക്ക് പൈസ കൊടുത്തിട്ട് തികയാതെ? ഇവൻ ഇതേപോലത്തെ ഓരോ സാധനങ്ങൾ മേടിക്കല്ലേ. അപ്പ ഈ വിളിയില വിഷയം. മെട്രോയില് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഐസ്ക്രീം ഇതുപോലത്തെ തുടക്കല്ലേ ഇവനെ വേറെ മേടിക്കണ്ടേ? നല്ല രസമുണ്ട് ഇവനെ. പൈസ കൊടുക്കല്ല, രുചിയുണ്ട് ഇതിന്. ആണോ? കളിപ്പാട്ടം മാറി കൂട്ടും. കളഞ്ഞാക്കല്ലടാ. കൊച്ചിനെ കൊണ്ടുവന്നില്ല ഇവിടെ. ഞങ്ങളെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. നമുക്കൊരു സ്ഥലം കൂടെ പോകണ്ട്. ആ ഒരു മറ്റേ സ്തൂപ് പകട മൊണാസ്ട്രിയാന്ന് പറഞ്ഞത്. അത് ഇവിടുത്തെ മെയിൻ സംഭവം. നമുക്ക് അവിടെ പോയി നോക്കാം. കേബിൾ കാർ കൊള്ളാം കേട്ടോ. അല്ലേ? അതിനെ അവിടെ പിന്നെ മെയിൻ്റെനൻസ് നടക്കൂടെ? മെയിൻ്റെനൻസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് വെച്ചാൽ അവർ നമ്മളവിടെ നിർത്തി വിടാൻ ഞാൻ മെയിൻ്റെനൻസ് നടക്കുന്നതാണ്. താഴെ പണി എടുക്കണ്ടേ? आपका रूल में सर ये डे में हैवी हाँ डे अभी डे है ना, अभी नाइट नहीं है. अभी क्या देखेगा? अभी लाइट देखेगा ना. अभी कितना टाइम कितना है? अच्छा से बोलो. वहाँ जाओ. मैं पैसा दिएगा, ये पैसा दिएगा. मैं दूसरा कुछ नहीं दिएगा. ठीक है? अच्छा से बोलो. मैं अच्छा से आपको केरला से आएगा. आउटसाइड आदमी. मैं केरला से आएगा. दूसरा भी नहीं है. मेरे का पढ़ा मालूम है. यही तो अभी डे का अभी 50 रुपीस अभी दीजिए, अभी निकालिए. नहीं अभी नहीं निकालेगा. अभी नहीं निकालेगा. टाइम लगो. नहीं निकालेगा. वही टाइम लगेगा. नहीं देगा. मैं नहीं दिएगा. नहीं दी. इधर 6 to 7 आपका चाहिए. ഇവിടെയുള്ള ആൾക്കാരോട് എങ്ങനെ അവിടെയുള്ള ആൾക്കാരോട് എങ്ങനെയാന്ന് ചോദിച്ചു. ആ പേര് ആയോക്കേനാ 7 to नहीं क्या करेगा, कुछ नहीं करेगा. नहीं देगा. ओ टूर्स का इतना शेड करेगा सर जी. यहाँ पे आप लोग का जे मैं आपका ओके ठीक है. लाइट देख लीजिए. इतना बड़ा बस मेरा गवर्नमेंट दिएगा LMB है. आप देगा बड़ा गाड़ी है. नहीं आपका एनी प्रॉब्लम है ना? आप पुलिस में जाएगा. पुलिस में पूछो. नहीं रखेगा. नहीं दिएगा. हाँ आप क्या करेगा? करो तो कुछ भी नहीं करेगा. आप क्या करेगा? नहीं गाड़ी उधर ही है. मैं कुछ नहीं करेगा. आप ना पुलिस में झूठ पैसा बोलेगा, ज्यादा बोलेगा. जी बोलिए ना क्या है? 50 रुपीस है.
क्या है? साइकल हो हाम्रो घन्टाको यहाँनिर हामी नै सर यहाँ पे Don't touch, don't touch, don't touch, don't touch. Don't touch है, don't Don't touch. touch. मैं टूरिस्ट है, मैं Don't टूरिस्ट है। touch. टुरिस्ट आपका गेस्ट है, आपका गेस्ट है। वही तो गैंगटॉक का आपका सिक्किम का गेस्ट है। वही तो हाँ। अभी क्या अभी देखो ये नहीं ये क्या है, जे टाइम हैवी व्हीकल इधर नहीं है ना सर जी ये लग्जरी व्हीकल ये जो लग्जरी प्राइवेट हेवी टू व्हीलर। आरसी में आप 100 ले लो, प्रॉब्लम नहीं। हेवी आप व्हीकल नहीं है उसके। और पढ़िए ना और पढ़िए ए व्हीकल हेवी व्हीकल नहीं ये है। गाड़ी का नंबर क्या है, ये नंबर का क्या है? टैक्सी टैक्सी। मेरा गाड़ी मेरा नंबर नहीं देखो। है वो नंबर प्राइवेट देखो। गाड़ी है वो चीट करेगा क्या करेगा देखो यार, देखो यार, अभी देखो, अब देखो डे टाइम 7 to 6 PM प्राइवेट के लिए 50 रुपया। ये नाइट टाइम क्या है? हेवी व्हीकल नहीं है। अभी देखो मैं सच्ची बोलेगा, आपका गाड़ी कौन सा है लाइट व्हीकल, स्मॉल व्हीकल। स्मॉल व्हीकल भन्छ त हो वो मेरा गेयरमैन दिएगा, आपका गेयरमैन नहीं, मेरा गेयरमैन ने दिएगा आरसी में। वो तो और ना गेयरमैन ने NHC पार्किंग है दिएगा। ना, इसमें 7 to 6 PM कितना पैसा है? 50। ज्यादा पैसा 50 है। अभी नाइट टाइम में 300। नहीं, डोंट टच। अभी ये आदमी बोलेगा 300 रुपये। आपने रात भर रखा है? नहीं अभी 2 घंटा तो मैं जाएगा नहीं, मैं अभी आएगा गाड़ी 2 घंटा भैया, रखेगा। मैं केबल कार में अभी हाँ अभी ओनली मैं- 2 घंटा। अभी वो ज्यादा बोलेगा, मैं केबल कार में जाएगा, ज्यादा बोलेगा। ये नीचे मोनास्ट्री में जाएगा, मैं जाएगा। वो नैतिक का कहाँ पैसा है? कहाँ उयो हुन्छ हौ भाइ अन्त त्यो 2-3 घन्टा राखिसकेको यहाँ हामी यो घन्टा त यहाँ आप एक मिनट Charges, no? Charges, extra hours are, you have to pay for extra charges for that. Where is the extra money? You listen. This is 7 What to time, P. what time you have I come am here? monastery visiting. I am leaving. No, what time you have parked your vehicle? I am parking this way. Only half an hour. हाफ एन आवर। मैले 50 रुपियाँ दिएँ गाडी चाहिँ अहिले निकालेर नहीं मेरे का नीचे जाएगा। Give him 50 माइको। होइन अहिले चाहिँ मैं दिएगा, नो टेंशन। 50 रुपियाँ दिएँ गाडी नहीं दिएगा, 50 दिएगा, नो टेंशन। मैं नीचे जाएगा। दिँदैन यहाँ 2-3 घन्टा राख्छु भन्छ अन्त त्यो कहाँ दो नहीं है, मैं मोनास्ट्री में मैं अभी जाएगा, जाएगा, रिटर्न आएगा, अभी जाएगा। जाएगा। मैं नो इधर parking टेंशन, नहीं है। ओनली हाफ एन आवर मैं जाएगा, मैं टेंशन कुछ नहीं है। ओके He is fighting. 50 रुपियाँमा कहाँनिर हुन्छ हो दाजु यो लाइट भेहिकल घन्टा 50 रुपियाँ त हाम्रो यहाँ प्राइभेट दिस इज यू गिव द सिप। लेखेको छ नि त भाइ अन्त। त्यो लेखेकोले खास गरी हो आइडियाले लेखेको छ नि त बुझेनौ? लेखेको छ भने अन्त एक्स्ट्रा कसरी गर्छौ अन्त? एक्सरे यहाँनिर पनि छ त पावर चाहिँ कि यिनीहरूले पाउनु सकेन यहाँ मुनिपट्टि നമ്മളെ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കണം, ഇല്ലെങ്കിൽ അവർ നമ്മളെ പറ്റിക്കും. വെറും 50 രൂപയ്ക്ക് വേണ്ടിയാണ് 300 രൂപ പറഞ്ഞത്. അപ്പം സംസാരിച്ച് സംഭവം ഓക്കെ ആയി. അല്ല ഇപ്പൊ നാളെ നമ്മുടെ പുറകെ വരുന്ന ആരും പറ്റിക്കൂല. അതാണ് അതിന്റെ കാര്യം. നമ്മൾ KL വണ്ടിയാണ്, നമ്മളിപ്പോൾ സമ്മതിച്ചു കൊടുത്താൽ ആ KL നിന്ന് വരുന്ന എല്ലാം മണ്ടന്മാരാണ്, അതുകൊണ്ട് അവരെ പറ്റിക്കാന്ന് ചോദിക്കും. ഇന്ന് നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്, നാളെ KL വണ്ടി വരുന്ന നേരത്ത് നിങ്ങൾക്ക് 50 രൂപയ്ക്ക് പാർക്കിംഗ് കിട്ടും. അതാണ് സംഭവം. അപ്പം നമുക്ക് നേരെ മൊണാസ്ട്രി കാണാൻ പോവാം. പരമായിട്ടുള്ള പ്രാർത്ഥനകളെ ഇതേപോലെ മന്ത്രിച്ച് കെട്ടിത്തൂക്കിയേക്കുന്ന കേട്ടോ. ഞങ്ങളൊരു പ്രാവശ്യം ഇതേപോലത്തെ വലിയ സാധനമാണ് പറിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ ഉമിനി കെട്ടി കണ്ട് പിടിച്ചു. ഞങ്ങൾ ഇവിടെ വെച്ച് പിടിച്ച് ഇവിടെ വെച്ച് അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് അവിടെ വെച്ച് പിടിച്ചു. എന്നിട്ട് ലാസ്റ്റ് സംഭവം സെറ്റിൽമെന്റ് ആക്കി. ഇതിന്റെ ഉള്ളിൽ ഫുൾ അങ്ങനെ ഇത് വേറെന്തോ സെറ്റപ്പ് കേട്ടോ. അത് പ്രാർത്ഥിച്ച് കിട്ടുന്ന ഇഷ്ടം പോലെ മൂങ്കുമാരുണ്ട് കേട്ടോ. എന്തോരം മൂങ്കുമാരാന്ന് നോക്കിയേ. ഗൈസ്, അതായത് എന്തോരം ആൾക്കാരാന്ന് നോക്കിയേ. അതായത് നമുക്ക് നേരെ മേളിലേക്ക് കയറേണ്ടതെന്ന് എൻ്റെ വിശ്വാസം. നോ ഹോൺ, നോ മ്യൂസിക്, നോ സ്മോക്കിംഗ്. ഒരു സാധനം വളരെ ബുദ്ധിസ്റ്റ്പരമായ സാധനങ്ങൾ മേടിക്കാൻ കിട്ടുന്ന കടകൾ, അതുപോലത്തെ പ്രയർ ഫ്ലാഗ് സംഭവങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങൾ, അവരുടെ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടും കേട്ടോ. എല്ലാ സാധനവും ഇവിടെ കിട്ടും. ഗൈസ് ഇത് കണ്ടോ, എന്തോരം ആളുകളോ. ദൈവം, ഇവർക്കൊരു പ്രത്യേക ലുക്കാട്ടാ, ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കഴിവുണ്ട് ഇവർക്ക്. കാരണം ഇവരുടെ ആരോഗ്യം ഭയങ്കര. അതായത് ഒരു കുടുംബത്തിലെ ഒരാളെ ഇങ്ങനെ ഒരു വിടും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതുണ്ട്, അത് എനിക്ക് തോന്നുന്നു അവരുടെ താമസിക്കുന്ന സ്ഥലം തോന്നുന്നു. വീടുകൾ പോലത്തെ സംഭവം. ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് അവനെ ഭക്ഷണം കഴിച്ചിട്ട് അവർ വരുന്നതായിരിക്കും. ഗൈസ് നോക്കൂ, നമ്മളിപ്പോൾ ഉള്ളത് ഡു ചോട്ടൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഒരു മൊണാസ്ട്രിയാണ്. ഇവിടെ നമ്മൾ അങ്ങനെ ഈ യാത്രയിൽ ആദ്യമായിട്ട് അങ്ങനെ ഫ്രയർ വീൽ കണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. അതായത് ഇത് നമ്മളിങ്ങനെ ആക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എങ്ങനെയുണ്ട്? വളരെ സെറ്റപ്പ് ആയിരിക്കും. ഇത് സമാധാനമല്ലേ ഇവിടെ? ഒച്ചയില്ല, ഒന്നുമില്ല, ഒരലമ്പില്ല, ഒരു പ്രശ്നങ്ങളില്ല. എന്ത് സമാധാനം. ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് പോലും ഒരു പിടുത്തം ഉണ്ടാവില്ല. എല്ലാവരും പിന്നെ ഇപ്പം കുറച്ച് ആൾക്കാർ വന്നു പോയി. അത് കഴിഞ്ഞിട്ട് ആരെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയുള്ള. ഇത് ചുറ്റുമുണ്ട് കേട്ടോ, ചുറ്റുമുണ്ട്. അതെ അല്ലേ? പഗോഡയ്ക്ക് ചുറ്റുമേ പ്രയർ വീലുണ്ട്. ഇത് ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, പ്ലീസ് ഡു നോട്ട്. അതിൻ്റെ ഉള്ളിൽ ചെരുപ്പൊന്നും ഇട്ട് കയറാൻ പാടില്ല. അത് ബുദ്ധൻ്റെ ഒരു സംഭവം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡൊണേഷൻ ബോക്സ്,
ഇത് പകോട കേട്ടോ. എന്ത് രസമാണ്, ഒരു പ്രത്യേക ഫീലിംഗ്. എന്തോരം മൂങ്കുമാരെ പോകുന്നതെന്ന് നോക്കിയേ, നല്ല രസം. പ്രാർത്ഥിച്ചേട്ടാ പോകുന്നത്. ഇതിൻ്റെ ഉള്ളിലെ മെഴുകുതിരികൾ എന്തോ സംഭവങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറത്തില്ല, പല സ്ഥലത്തും മെയിൻ്റെനൻസ് നടക്കുക. ആ അതെ അതെ, വലിയ ദീപങ്ങൾ കത്തിച്ച് വെച്ചേക്കോടാ ലിപിനെ. വലിയ ദീപങ്ങളെ കത്തിച്ച് വെച്ചേക്കോ. ഓ ഇത് വമ്പ സംഭവം കേട്ടോ. ഇത് പല സ്ഥലത്തും മെയിൻ്റെനൻസ്. ഇതുണ്ടോ, ഇവിടെയൊക്കെ മെയിൻ്റെനൻസ് ആണ്. ഇവിടെയൊക്കെ അതെ, അങ്ങോട്ട് നമുക്ക് അലൗഡ് അല്ല. അവിടെ കയറാൻ പറ്റുമോ? ഇത് പ്രാർത്ഥന സ്ഥലമാണ്. അവിടെ ക്യാമറ അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അവരുടെ ഭക്ഷണം കഴിക്കുന്ന ഏരിയ. ആ അതെ, പ്രാർത്ഥിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതുമായ ഏരിയയാണ് ആ കാണുന്നത്. മമ്മിയും ലിവിനൊക്കെ ഇത് പ്രയർ വീൽ ഇങ്ങനെ കറക്കിക്കൊണ്ട് പോകണം. പ്ലീസ് ഡു നോട്ട് സിറ്റ് ഹിയർ, അതായത് ഇവിടെ ഇരിക്കരുത്, ഇവിടെ ഇരിക്കാൻ പാടില്ല. നമ്മൾ കറങ്ങി നമ്മൾ തൊട്ടിപ്പുറം വന്നു കേട്ടോ. ഇനി നമ്മൾ നേരെ വണ്ടി എടുത്തോട്ട് പോവുകയാണ്. അതിന് ശേഷം നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം പെർമിറ്റിൻ്റെ കാര്യങ്ങൾ, അതുപോലെ അടുത്ത ദിവസത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, പിന്നെ എന്തൊക്കെ ചെയ്യണം, എത്ര ദിവസം ഇവിടെ നിൽക്കണം, അതിനുശേഷം എങ്ങോട്ട് പോകണം, അങ്ങനെ സംഭവങ്ങളൊക്കെ പ്ലാൻ ചെയ്യേണ്ട. അപ്പോൾ ലിവിനൊക്കെ കറക്കി പ്രവീലും പറത്തി. ₹50 इधर पार्किंग के लिए, एक्स्ट्रा ₹30 1 आवर के लिए, ₹80, ठीक है ना? आप क्या है फर्स्ट में भैया आपका यही प्रॉब्लम है. मैं चोर बोलेगा ना, आप पुलिस में पूछो. मैं करेक्ट में पुलिस में बोलेगा, मैं आउटसाइड आदमी है. मैं इधर रखेगा. आप गलत पैसे बोले मैं दिया नो प्रॉब्लम. आप चोर बोलेगा, पकड़े चोर बोलेगा. नहीं आपका ये नहीं प्रॉब्लम है ना. आप पुलिस में बुलाओ, नो टेंशन. वो आ रहा है पुलिस आ रही है. നമുക്ക് നാളെ പോകണ്ടേ, ഡോക്യുമെന്റ്സും സംഭവങ്ങളും ശരിയായിക്കൊണ്ടിരിക്കുക എല്ലാവരെയും. അപ്പം നമുക്ക് പിന്നെ എല്ലാ സാധനങ്ങളും സെറ്റപ്പ് ചെയ്യണം കേട്ടോ. നാളെ പോകാനുള്ള, അതായത് നാളെ ഈ സിക്കിമിനും ഈ അരുണാചലിനും അങ്ങനെ കുറേ സ്ഥലങ്ങൾക്കേ നമ്മൾ ചില സ്ഥലങ്ങളിലേക്ക് കൊണ്ട് എക്സ്ട്രാ പെർമിഷൻ എടുക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ ഒരാളുണ്ട്, നമ്മൾ ആദ്യം നെപ്പോളിയൻ കൊണ്ട് വന്നപ്പോൾ പെർമിഷൻ എടുത്ത ആൾ. അപ്പം നമുക്ക് അതിൻ്റെ സാധനങ്ങളും സംഭവമൊക്കെ ഇന്ന് അയച്ചു കൊടുത്താൽ നാളെ രാവിലെ ഒരു 9 മണി 10 മണി പെർമിഷൻ കിട്ടും. നാളെ നമുക്ക് കയറാൻ പറ്റും. അതിലെ സ്ഥലത്തൊന്നും പോകാൻ പറ്റില്ല, ഉള്ള സ്ഥലത്ത് പോകാൻ പറ്റും. ഓരോരുത്തർ അവരുടെ ഡോക്യുമെന്റ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇയാൾക്ക് മാത്രം ഒന്നുമില്ല. ഒരുത്തനവിടെ തപ്പിക്കൊണ്ടിരിക്കുക കേട്ടോ അവൻ്റെ ഡോക്യുമെന്റ്സ്.